ഹായ് ഹലോ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നു. 1 minute 1 question. അപ്പോൾ ഇന്ന് നമ്മളെടുത്ത ക്വസ്റ്റ്യൻ 2025 GS പ്രിലിംസിൽ ചോദിച്ചിട്ടുള്ള ഇന്ത്യൻ എക്കോണമിയുടെ പാർട്ടി വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ വായിക്കാം. വിത്ത് റെഫറൻസ് ടു ഇൻവെസ്റ്റ്മെൻറ്റ്സ് കൺസിഡർ ദ ഫോളോയിങ്: ബോൺസ്, hedge bonds, stocks, venture capital. How many of the above treated as alternative investment funds? മുകളിൽ തന്നത് ഏതൊക്കെ നമുക്ക് ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. അപ്പോൾ അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതിന് ഡെഫിനറ്റ്ലി നമ്മൾ ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട്സ് എന്താണെന്ന് അറിയണം. അപ്പോൾ അതിൻ്റെ പ്രത്യേകതകൾ നോക്കിയാലോ, പ്രൈവറ്റ്ലി പൂൾഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഈ ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ക്യാപിറ്റൽ കളക്ട് ചെയ്യുന്നത് സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഇന്ത്യൻ അല്ലെങ്കിൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൽ നിന്നാണ്. ഇത് റെഗുലേറ്റ് ചെയ്യുന്നത് ആരാണ്? സെബിയാണ്. അതുപോലെ തന്നെ ഏത് ലോയാണ്? ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട്സ് റെഗുലേഷൻസ് ആക്ട് വെച്ചിട്ടാണ്, 2012 ആണ് ആ ആക്ട് വെച്ചിട്ടാണ് ഇത് റെഗുലേറ്റ് ചെയ്യുന്നത്. അതുപോലെ ഈ AIFs ഫോം ചെയ്യുന്നത് LLPസോ കമ്പനീസോ ട്രസ്റ്റസോ അല്ലെങ്കിൽ മറ്റ് പെർമിസിബിൾ എൻറ്റിറ്റീസോ ആണ്. ഇനി ഇതിൽ ആർക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം? ഹൈ നെറ്റ് വർത്ത് ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്. അങ്ങനെ എല്ലാവർക്കും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഹൈ നെറ്റ് വർത്ത് ഇൻഡിവിജ്വൽസിനോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് ഇൻവെസ്റ്റ് ചെയ്യാം. ഇനി സെബി ഇതിനെ 3 തരത്തിൽ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. കാറ്റഗറി 1, കാറ്റഗറി 2, കാറ്റഗറി 3. കാറ്റഗറി 1ൽ വരുന്നത് നമ്മൾ സ്റ്റാർട്ടപ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതോ SMEസിലോ സോഷ്യൽ വെഞ്ചേഴ്സിലോ ഇൻഫ്രാസ്ട്രക്ചറിലോ അല്ലെങ്കിൽ എക്കണോമിക്കലി ഡിസൈറബിൾ ആയിട്ടുള്ള സെക്ടേഴ്സിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കാറ്റഗറി 1ൽ വരും. അതിന് എക്സാമ്പിളാണ് വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട്സ്, ഏഞ്ചൽ ഫണ്ട്സ്, SME ഫണ്ട്സ്, സോഷ്യൽ വെഞ്ചർ ഫണ്ട്സ്, അങ്ങനെയുള്ളതൊക്കെ. ഇനി കാറ്റഗറി 2ൽ വരുന്നത് കാറ്റഗറി 1ലും 3ലും പെടാത്ത സാധനങ്ങൾ വരും. അതുപോലെ തന്നെ ഇതിൽ ലെവറേജ് ഇല്ല. ഓപ്പറേഷണൽ നീഡ്സ് ഒഴിച്ച് ബാക്കിയുള്ളതിന് ലെവറേജ് ഇല്ല കേട്ടോ. പിന്നെ എക്സാമ്പിൾസ് പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ട്സ്, ഡെപ്റ്റ് ഫണ്ട്സ്, റിയൽ എസ്റ്റേറ്റ് ഫണ്ട്സ്, ഡിസ്ട്രസ്ഡ് അസറ്റ് ഫണ്ട്സ്, അങ്ങനെയുള്ളതൊക്കെയാണ് കാറ്റഗറി 2ൽ എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്. ഇനി കാറ്റഗറി 3 പറയുവാണെങ്കിൽ ഇതിൽ കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള ട്രേഡിംഗ് സ്ട്രാറ്റജീസും ലെവറേജൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നു. ഹെഡ്ജ് ഫണ്ട്സും പൈപ്പ് ഫണ്ട്സും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇത് ഓപ്പൺ എൻഡഡും ആണ്, ക്ലോസ് എൻഡഡും ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ 2 കാറ്റഗറീസും ക്ലോസ് എൻഡഡ് ആണ്. മിനിമം 3 year ടെനുവർ ആണുള്ളത്. ഇനി നമ്മുടെ ആൻസർ, ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വരുന്നത് നമ്മുടെ ഓപ്ഷൻ ബി ആണ്. ബിക്കോസ് നമുക്കിവിടെ ഹെഡ്ജ് ഫണ്ട്സും വെഞ്ചർ ക്യാപിറ്റൽസും നമുക്കിതിൻ്റെ ആൻസറായിട്ട് പറയാം. പക്ഷേ നമുക്കിവിടെ ഓപ്ഷൻസ് എന്തിരിക്കും നോക്കൂ. only 1, only 2, only 3, all the four നമുക്ക് എന്തായാലും പറയാൻ പറ്റില്ല. only 1ഉം ശരിയല്ല, only 3ഉം ശരിയല്ല. അപ്പോൾ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത് only 2 ആണ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. മനസ്സിലായെന്ന് കരുതുന്നു. ആൻഡ് താങ്ക് യു ഫ്രം നിഹ.